ഓക്കെ, ഈ ഒരു സെപ്റ്റംബർ മാസത്തെ ഒരു ടെക് മന്ത് ആയിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. അത്രയധികം ഇവന്റുകളാണ് ഈ ഒരു മാസത്തിൽ വരുന്നത്. ഐഫോണിന്റെ 17 സീരീസ് വരുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സെയിൽ, ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, പിന്നെ ഷവോമിയുടെ 16 സീരീസ്, ഐക്യുവിന്റെ 15 സീരീസ്, വൺ പ്ലസിന്റെ 15 സീരീസ്. ഡോണ്ട് വറി, ഇതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ. സോ വീഡിയോ മുഴുവനായിട്ട് കാണും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വരുന്ന സെപ്റ്റംബർ 9 ഐഫോണിന്റെ 17 സീരീസ് വരാൻ പോകും. 4 മോഡലുകളാണ് വരാൻ പോകുന്നത്. ഐഫോൺ 17, 17 പ്രോ, 17 പ്രോ മാക്സ് ആൻഡ് അവരുടെ ഏറ്റവും പുതിയ ലൈനപ്പ് ആയിട്ടുള്ള ഐഫോൺ 17 എയർ. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം അതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ഇനി ഫോണ്, ലാപ്ടോപ്പ് തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ബെസ്റ്റ് മന്ത് ആണിത്. കാരണം ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സെയിലും ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഈ മാസത്തിലാണ് വരുന്നത്. ഈ ഒരു ടൈമിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നിങ്ങൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് കാർഡിന്റെയോ അല്ലെങ്കിൽ ICICI ബാങ്കിന്റെയോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് കൂടാതെ നോ കോസ്റ്റ് EMI കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കിട്ടും. സോ ഈ ഒരു ടൈം മാക്സിമം യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സെയിൽ ടൈമിന്റെ ഡേറ്റ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. 15 to 20 ആണ് ഓൾമോസ്റ്റ് പറയുന്നത്. പക്ഷെ 20ക്ക് ശേഷമാണ് സാധാരണ വരാൻ ചാൻസ് ഉള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ആയിരുന്നു. സോ അതിന്റെ ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് മേടിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഒക്കെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി സെപ്റ്റംബർ 23, 24 തീയതികളിലാണ് ക്വാൽകോമിന്റെ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത്. ആ സമയത്താണ് അവരുടെ ഏറ്റവും പുതിയ ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗന്റെ 8 Elite 2 അല്ലെങ്കിൽ 8 Gen 5 ചിപ്സെറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമായിട്ട് ഈ വർഷത്തെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരാൻ പോകും. അതായത് നമ്മുടെ ഷവോമിയുടെ 60 സീരീസ്, വൺ പ്ലസിന്റെ 50 സീരീസ്, ഐക്യുവിന്റെ 50 സീരീസ് തുടങ്ങിയ ഫോണുകൾ, അല്ലെങ്കിൽ സാംസങ്ങിന്റെ S26 Ultra തുടങ്ങിയിട്ടുള്ള ഫോണുകളൊക്കെ ഇതിന് ശേഷമായിരിക്കും വരാൻ പോകുന്നത്. ഇപ്രാവശ്യം മിക്കവാറും 8 Elite 2 വെച്ച് വരുന്ന ഫസ്റ്റത്തെ ഫോൺ ഷവോമിയുടെ 16 ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം റിയൽമിയുടെ GT7 ആയിരുന്നു 8 Elite വെച്ച് വരുന്ന ഫസ്റ്റ് ചിപ്സെറ്റ്. സോ ഇപ്രാവശ്യം ഷവോമി ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇപ്രാവശ്യം വരുന്ന ഐക്യുവിന്റെ 15 3 ഫോണുകളാണ് വരാൻ പോകുന്നത്. IQ 15 mini, IQ 50, IQ 50 Ultra. ഈ രീതിയിൽ 3 ഫോണുകളായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗന്റെ 8 Elite 2 വെച്ചിട്ട് ഒരു സാംസങ്ങിന്റെ ഫോൺ ആൻതുതോ സ്കോർ ചെക്ക് ചെയ്തതിന്റെ ഒരു ന്യൂസ് ലീക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 4 മില്യൺ ആണ് അതിന്റെ ആൻതുതോ സ്കോർ കാണിക്കുന്നത്. സോ കിട്ടില്ല പവറുള്ള ഒരു ചിപ്സെറ്റ് ആയിരിക്കും ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗന്റെ 8 Elite. സ്നാപ്ഡ്രാഗൺ തന്നെ ചിപ്സെറ്റ് ഇറക്കിക്കൊണ്ടിരിക്കും, MediaTek വെറുതെ ഇരിക്കോ? ഇല്ല, അവരുടെ ഏറ്റവും പുതിയ ചിപ്സെറ്റ് ആയിട്ടുള്ള MediaTek Dimensity 9500 എന്ന് പറഞ്ഞുള്ള ചിപ്സെറ്റും ഈ ഒരു മാസത്തിലായിരിക്കും വരാൻ സാധ്യത. ഈ ഒരു ചിപ്സെറ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ വിവോയുടെ X300 യൂസ് ചെയ്യാൻ പോകും. സോ വിവോയുടെ ഈ X300 ഒക്കെ ഡീറ്റെയിൽസ് ഏതാണ്ട് ലീക്ക് ആയി വന്നിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മിസ് ചെയ്യാതിരിക്കാൻ ബെല്ലൈക്കൺ ഇപ്പൊ തന്നെ എനേബിൾ ചെയ്തു. സോ ഈ ഒരു വീഡിയോയിൽ ഇത്ര ഉള്ളൂ ഗൈസ്. ഇനി ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ ഒക്കെ കിടിലൻ ഓഫറുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ദിസ് ഈസ് നിക്കി. ബൈ.